ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്ലൈറ്റ് വ്ലോഗായിട്ടാണ്. അപ്പോൾ മുംബൈയിലെ കൊടും ചൂട് കാരണം ഇച്ചിരി ആശ്വാസത്തിന് വേണ്ടി നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ നാട്ടിൽ പെരുമഴയോട് മഴ. അപ്പോൾ ഹസ്ബൻഡ് ലീവ് കിട്ടാത്തതുകൊണ്ട് ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാനും മോളും എൻ്റെ അച്ഛനും കൂടിയാണ് പോയത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം 3-4 മാസങ്ങൾക്ക് ശേഷം നാട്ടിൽ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ത്രില്ലിലുമാണ്. പിന്നെ അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര മഴയാണ് നാട്ടിൽ. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ ഫ്ലൈറ്റാണ്. ബാംഗ്ലൂർ വന്ന് ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ 6 മണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിന് കണ്ണൂർ ഭാഗത്തേക്ക്. അപ്പോൾ ബാഗേജിൽ നിന്ന് ബാഗ് കിട്ടാൻ കുറച്ച് ലേറ്റായി ടൈം. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കഷ്ടപ്പെട്ട് ബാഗ് തപ്പിയെടുക്കാൻ കുറച്ച് സമയമൊക്കെ എടുത്ത് ഇച്ചിരി പാടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ മോള് കൃത്യമായിട്ടാവും കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ മോളെ എടുത്ത് നടക്കലും മൈൻഡ് സെറ്റാക്കുകയൊക്കെ ചെയ്യാൻ കുറച്ച് സമയമൊക്കെ എടുത്ത്. അപ്പോൾ ട്രെയിൻ മിസ്സാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് സകല ദൈവത്തിനെയും വിളിച്ച് ഞങ്ങൾ ടാക്സി ചേട്ടനോട് സ്പീഡിൽ എങ്ങനെയെങ്കിലും ഞങ്ങളെ എത്തിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞ് ആ ചേട്ടന് പറ്റുന്ന രീതിയിൽ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ എത്തിച്ച് കറക്റ്റ് 6 മണിക്ക് പോകേണ്ട വണ്ടി എന്തോ 10 മിനിറ്റ് ലേറ്റാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമായി. അവിടെ ചെന്ന് 3 സ്ഥിരം വരേണ്ട ട്രെയിന് ഫസ്റ്റിൽ വന്നുകൊണ്ട് ഞങ്ങൾ ഓടി അങ്ങ് കയറലും ട്രെയിൻ അങ്ങ് വിടുകയും ചെയ്ത്. അത് 6 മണി കഴിഞ്ഞാൽ പിന്നെ രാത്രി 12 മണിക്കുള്ളൂ ട്രെയിന്. അത് ഭയങ്കര കഷ്ടം തന്നെയാണ്. അപ്പോൾ എത്രയും ദൂരത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഇങ്ങനെ ഇത് ദുരിതമായിരിക്കും. അപ്പോൾ മഴയും അതിൻ്റെ കൂടെ യാത്രാക്ഷീണവും എല്ലാം കൊണ്ടായിട്ട് ആകെ ഞങ്ങളെല്ലാവരും ഇറിറ്റേറ്റായിപ്പോയി. പിന്നെ മോളും നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു സാഹസികവും ഒരു അത്ഭുതകരമായ യാത്രയായിരുന്നു ഇപ്രാവശ്യത്തെ. പിന്നെ നാട്ടിൽ വന്ന് എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര ആശ്വാസവും സമാധാനമായി എല്ലാവരും ആയിട്ട് അടിച്ചു പൊളിക്കുകയും ഭയങ്കര നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ വിശേഷം. ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ. ഞങ്ങൾ വരുന്നതെന്ന് കേട്ടപ്പോൾ എല്ലാവരും ഗേറ്റിൻ്റെ വെളിയിൽ വന്ന് നിൽക്കുകയും ഞങ്ങളെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ചുറ്റിയപ്പോൾ നല്ല ഉറക്കമായിരുന്നു. മഴയായതുകൊണ്ട് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. എല്ലാവരും കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് ആൾക്ക് ഇതുവരെ എല്ലാവരും മനസ്സിലായില്ല. എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണ്ടായിരുന്നു. എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അമ്മ എല്ലാവരും അനിയനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇനി വരും. നാട്ടിലുള്ള വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനി വരും. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെച്ചുട്ടി നല്ല ഹാപ്പിയാണ് എല്ലാവരും കണ്ടപ്പോൾ. ആൾക്ക് എല്ലാവരും മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷെ എല്ലാവരും അടുത്ത് പോകുന്നുണ്ട്. കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും സന്തോഷമായി എല്ലാവരും കണ്ടപ്പോൾ. മൈൻഡൊക്കെ ഒന്ന് സെറ്റായി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.